ഞങ്ങളുടെ ഫാമിലിയിലെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പുട്ടും ചെറുപയർ കറിയും പപ്പടവും ആയിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ. ഒരു 7 മണി ആ സമയത്താണ് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ പെട്ടിയും കിടക്കരുത് എങ്ങടെ പോകണത് എന്നുള്ളത് ഞാൻ പതിയെ പറയാം. ഇതാട്ടോ എൻ്റെ വീട്, ഞങ്ങളുടെ സ്വർഗം. എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്. ഇത് ഞങ്ങളുടെ തറവാടാണ്. ഇത് തറവാട്, ഈ കാണുന്നത് തറവാട്, മുകളിലുള്ള തറവാട്, താഴെയുള്ളത് ഞങ്ങളുടെ വീട്. അങ്ങനെ ഞങ്ങളീ പോകുന്നത് വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യത്തിനാണ്. വേറൊന്നുമല്ല, അനിയൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ലൈഫിൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. എന്താ പറയുക, ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇത് പിന്നെ നമ്മുടെ സ്വന്തം കാവാണ്, വളാഞ്ചേരി പറമ്പത്ത് കാവ്. ഇത് പിന്നെ വളാഞ്ചേരിക്കാർക്ക് സുപരിചിതമാണല്ലോ. എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലാണ് ഇവിടെ എന്നറിയാം. ഞങ്ങൾക്കും സ്പെഷ്യൽ തന്നെയാണ്. നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ അമ്മയുടെ മണ്ണ്. അതൊക്കെ വല്ലാത്തൊരു ഫീലാണല്ലേ. വല്ലാത്തൊരു ഫീലെന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അതങ്ങനെയാണ്. അപ്പോൾ ഇതേ പൂരത്തിന് മുൻപാട്ടോ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത്. കുറച്ച് നേരത്തെ ഡ്രസ്സ് എടുത്തു. എടുക്കാനുള്ള കാരണക്കാരി വേറെ ആരുമില്ല, ഞാനാണ്. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ ഇനി രാജീനെ വിളിക്കാൻ പോവുകയാണ്. അവളിവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവളെ വിളിക്കാൻ പോകണം. അങ്ങനെ അവളെ എടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ പോയി. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു സ്ഥലം എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. നിങ്ങൾ നോക്കി എൻ്റെ മക്കളെ, ഇവിടെ ഉണ്ടല്ലോ എന്താ പറയുക, നമ്മുടെ മഴക്കാലത്ത് വേറെ വൈബാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതൊക്കെ കാണുന്നവർ ഇതിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പറയണത് ഓക്കെ, ഇതൊക്കെ കണ്ട എൻ്റെ പൊന്നു മക്കളെ അന്നത്തെ ദിവസം കളറായില്ലേ. അങ്ങനത്തെ ഞങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചേച്ചിനെ ഏട്ടനും വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. എന്നാൽ ഒരു ചായ കുടിച്ച് കളയാമെന്ന് കരുതി. ഇത് കണ്ടോ ഈ ചായക്കട, എൻ്റെ കുഞ്ഞു മക്കളെ ഈ ഒരു വൈബ് എവിടെ കിട്ടുക അല്ലേ. നല്ല പനയോല കൊണ്ട് മേഞ്ഞ ചായക്കട സൂപ്പറായിരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് അരുവി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുത്തു. അജുമോനെ കണ്ടപ്പോൾ അതിലേക്ക് ഇറങ്ങണം, പോകണം, ചാടണം, കളിക്കണം. പിന്നെ ഏട്ടനും അവന് കട്ട സപ്പോർട്ടായിട്ട് നിന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവിടെ ഭയങ്കര എൻജോയ്മെൻറ്റിലായിരുന്നേ. അങ്ങനെ ചേച്ചി ഏട്ടനും വന്നതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ ഷോപ്പിലോട്ട് പോയിട്ടോ. വേറെ എങ്ങോട്ടും അല്ല പോയത്, നമ്മുടെ കുത്താമ്പുള്ളിയിലുള്ള AR ഹാൻഡ്ലൂംസിലോട്ടാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. പാർക്കിങ്ങൊക്കെ ഏറെക്കുറെ ഫില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബാക്കിലോട്ട് അങ്ങനെ ഒരു പാർക്കിംഗ് പ്ലേസ് ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയി വണ്ടി നിർത്തി. അങ്ങനെ ഞങ്ങൾ നേരെ കടയിൽ കയറിയ സമയത്ത് തന്നെ എൻ്റെ കണ്ണ് പോയത് നേരെ അവിടെ ഒരു കുഞ്ഞികൃഷ്ണൻ ഇരുന്നു കേട്ടോ. അങ്ങോട്ടായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഒരു വിഗ്രഹം. അങ്ങനെ നമ്മൾ റീൽസിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന കട നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇതേ ഈ കൃഷ്ണനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. റീലുകളിൽ മാത്രം കണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെ നേരിട്ട് കണ്ടപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷമായിട്ടോ. എന്താണെന്നറിയില്ല. ഒരുപാട് ഷോപ്പുകളിൽ പോയിട്ടുണ്ട്, എന്നാലും റീൽസിൽ ഇത്രയും കണ്ടതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല, ഒരുപാട് സന്തോഷമായി. പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ എന്തോ അവിടെ ഇങ്ങനെ പൂക്കളും കണ്ണനെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ ആയിട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. ഇത് കണ്ടോ, ഇത് എന്തതിന് പറയുക, സാരി ഉണ്ടാക്കുന്ന ഈ സംഭവത്തിന് എൻ്റെ പേരെന്ന് എനിക്കറിയില്ല. അവർ ഇത് നമുക്ക് വർക്ക് ചെയ്ത് കാണിച്ച് തരികയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമായിട്ട് അക്കാര്യത്തിലൊക്കെ. ഞാൻ ആദ്യം തന്നെ ഡ്രസ്സ് എടുക്കാനല്ല കേട്ടോ നോക്കിയത്. നമ്മൾ റീൽസിൽ കാണുന്ന രാജുവേട്ടനെ അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് കേട്ടോ നോക്കിയത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ടാണ് ഷോപ്പിലോട്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇത് കണ്ട് ചെണ്ട് കെട്ടിക്കൊടുക്കുന്ന ആളുകൾ ഓരോരുത്തരും എല്ലാവരും അവരവരെ ഏൽപ്പിച്ച പണിത്തിരക്കുകളിലാണ് കേട്ടോ. ഇതൊക്കെ ഈ സ്ഥലമൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ, നല്ല രസമല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഒരു തിരക്ക് കണ്ടപ്പോൾ ഞാൻ കരുതി ഇല്ല, നമുക്ക് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ടാവില്ല. കാരണം ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ എവിടെയാണ് ഒരുപാട് ഡ്രസ്സുകളൊക്കെ നോക്കാനും പിടിക്കാനൊക്കെ സമയം കിട്ടുക, അവർക്ക് പറ്റുമോ എന്നൊക്കെ കരുതിയിട്ട്. പക്ഷെ ഒന്നുമില്ലടോ, ആ ചേച്ചി ഉണ്ടല്ലോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നീതു ചേച്ചി നിഷ്പ്രയാസം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തു കേട്ടോ. പിന്നെ അതേ നമ്മൾ കാത്തിരുന്ന ആളെത്തിയിട്ട് രാജുവേട്ടനെ കണ്ടു, വീഡിയോസ് എടുത്ത് ഫോട്ടോസ് എടുത്ത് സംസാരിക്കാൻ പറ്റി. അയ്യോ ഒരുപാട് സന്തോഷമായി കേട്ടോ. റീലുകളിൽ മാത്രം കണ്ടിരുന്ന ആളുകളെ നേരിട്ട് കാണുകയല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു ഭയങ്കര സന്തോഷം, നല്ല സന്തോഷമായി കേട്ടോ. രാജുവേട്ടനൊരു ഷൈക്കാൻ്റെ ഒക്കെ കൊടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, സംസാരിക്കണം നോക്കി. പക്ഷേ നല്ല തിരക്കായതുകൊണ്ട് ആൾ എന്താ അവസ്ഥ എന്നറിയില്ലായിരുന്നു. പക്ഷേ ഒരു ഭയങ്കര കൂളായി നമ്മളൊരാളായിട്ട് നിന്ന് സംസാരിച്ചു, ഷൈക്കാൻ്റെ ഒക്കെ തന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു കേട്ടോ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ആളെ കാണുന്നതന്നെ വിചാരിച്ചില്ല. കാരണം ഞങ്ങൾ ചെന്ന സമയത്ത് ആളവിടെ ഇല്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചാൽ ഇല്ല കാണുന്നുണ്ടാവില്ല എന്ന്. പക്ഷേ കണ്ടു, സംസാരിക്കാൻ പറ്റി, ഷൈക്കാൻ്റെ കൊടുത്തു. പിന്നെ മക്കളെ കാണിച്ചു കൊടുത്തപ്പോൾ അവരെടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ആൾക്കൊരു മടിയുമില്ല, ഒരു ജാടൊന്നുമില്ല കേട്ടോ. ഭയങ്കര നമ്മളൊരാളായി നിന്നിട്ട് ആൾ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന നീതു ചേച്ചിനെ കുറിച്ചും പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല സൂപ്പറായിരുന്നു കേട്ടോ ചേച്ചിയും.
ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ആ ചേച്ചി ഓടി വന്നിട്ട് ഇതും കാണിച്ച് തന്നോട്ടെ എങ്ങനെ വർക്ക് ചെയ്യിക്കുക എന്നുള്ളതൊക്കെ. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞിടത്തിൽ സിനിമയിലാവട്ടെ റീൽസുകളിലാവട്ടെ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അടുത്ത് നിന്നിട്ട് ഇത് വർക്ക് ചെയ്യിക്കുന്നത്, അടുത്ത് നിന്നിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അതാണ് ഇതെന്ന് മാത്രം പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ ഏറെക്കുറെ കഴിഞ്ഞു. ഇനി കുട്ടികൾക്കുള്ളതൊക്കെ നമ്മൾ വേറെ നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചേച്ചിയോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങിട്ടോ. അങ്ങനെ ARനോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ പോന്നു. പിന്നെ പോയത് വീട്ടിലോട്ടല്ല, ഇനി ഉച്ച കഴിഞ്ഞിരുന്നു, 2 മണിയൊക്കെ ആയിരുന്നു. വിശപ്പ് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് ഷോപ്പുകളൊക്കെ ഓപ്പൺ ആകുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അവിടെ ഷോപ്പുകളൊക്കെ തുറന്നിരുന്നു. അത് നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അടിപൊളി മന്തി അങ്ങ് കഴിച്ചു. മന്തി ആകട്ടെ ബിരിയാണി ആകട്ടെ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ എല്ലാവരും നല്ല ക്ഷീണിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല വെട്ടും വെട്ടി. പിന്നെ എന്താ പറയുക, പാവം ഡ്രൈവർമാർ 2 പേര്, അതായത് എൻ്റെ അനിയനും പിന്നെ ചേച്ചിയുടെ ഭർത്താവും, ഇവർ 2 പേരും വണ്ടി ഓടിച്ചിരുന്നത്. അവർ 2 പേരും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബാക്കി ഞങ്ങളൊക്കെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പട്ടാമ്പി സാമിയ സിൽക്ക് കാട്ട പോയത്. അവിടെ നിന്നാണ് മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുത്തത്. അവർക്കും പറ്റിയ ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടി. നല്ല ഡ്രസ്സായിരുന്നു. അജുനാവട്ടെ അൻവികാവട്ടെ ആമിക്കാവട്ടെ ആവണിക്കാവട്ടെ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ തന്നെയാട്ടോ കിട്ടിയത്. അങ്ങനെ ഈ നോമ്പർപ്പിക്കുന്നൊരു ടൈമിലാണ് നമ്മളവിടെ എത്തിയത്. എന്നാലും അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. ചേച്ചിയൊക്കെ പിന്നെ അങ്ങനെ ചേച്ചീൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയി. ഞങ്ങൾ നേരെ അങ്ങോട്ട് വളാഞ്ചേരിയിലോട്ടും വന്ന് അങ്ങനെ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ അങ്ങനെ വെച്ചപ്പോഴാണ് ഒരു തോന്നൽ, നമുക്കൊന്ന് കർമ്മയിൽ കറങ്ങാൻ പോയാലോ എന്ന്. ഒന്നും നോക്കില്ല, വേഗം കർമ്മയ്ക്ക് വിട്ടു ഞങ്ങൾ. അങ്ങനെ നേരെ കർമ്മയ്ക്ക് വിട്ടു കേട്ടോ. അപ്പോൾ കർമ്മയ്ക്ക് പോകുമ്പോൾ എങ്ങനെ നമ്മൾ പൊന്നാനി ബീച്ചിൽ കയറാതെ പോവുക. അപ്പോൾ ആദ്യം ബീച്ചിൽ കയറിയതും മക്കൾക്ക് ഐസ്ക്രീം കണ്ടത് അതിലേക്ക് ചാടി വീണു. ഉപ്പിലിട്ട മാങ്ങ തേങ്ങ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, നമുക്ക് ഞാനും ചാടി വീണു. അങ്ങനെ അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷം പിന്നെ നേരെ കർമ്മയിൽ പോയി കുറച്ച് നേരം അവിടെ നിന്നതിൻ്റെ ശേഷം ഞങ്ങൾ അതിഗംഭീരമായ ഫുഡ് കഴിക്കൽ ചടങ്ങിലേക്ക് കടന്നു. അപ്പോൾ കർമ്മയിൽ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാറുണ്ട്, പക്ഷേ ഈ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ടോട്ടോ കയറുന്നത്. നല്ല ഫുഡായിരുന്നു. ഫുഡിനേക്കാൾ എനിക്ക് അവിടെ ഇഷ്ടമായത് അവിടുത്തെ ആ ചെടികളും അതുപോലെ അവിടെ എന്താ പറയുക അലിഗേറ്റർ അല്ലേ, വലിയ മീൻ അലിഗേറ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അടുത്തുനിന്ന് കേട്ടോ. ഒരു സിനിമയില TV കുറേ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലും മീനിനെ കാണലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. അപ്പോൾ എത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.